എസ്എഫ്ഐയുടെ ഈ കിരാതമായ പ്രവർത്തികൾ ഈ പൂക്കോട് വെറ്ററിനറി കോളേജിൽ മാത്രമല്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തുവന്നു. ഏറ്റവും പുതിയ അതിക്രമ വാർത്ത പുറത്തുവന്നത് കൊയിലാണ്ടി കോളേജിൽ നിന്നാണ്. അവിടെ വിദ്യാർത്ഥിക്ക് എസ്എഫ്ഐയുടെ മർദ്ദനമേറ്റു. ആർ ശങ്കർ മെമ്മോറിയൽ കോളേജിലെ എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 20ഓളം പേർ മർദ്ദിച്ചുവെന്നാണ് ബിരുദ വിദ്യാർത്ഥി അമൽ പരാതിപ്പെടുന്നത്. ആശുപത്രി രേഖയിൽ ബൈക്ക് അപകടം എന്ന് എഴുതി ചേർപ്പിച്ചതായും അമൽ ആരോപിക്കുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എന്റെ ക്ലാസ്മേറ്റ് അഭയ് കൃഷ്ണ അവൻ എന്നെ വിളിച്ച് കൊണ്ടുപോകാനുണ്ടായത്. തൊട്ടടുത്ത് നാനോട്ടന്റെ വീട്ടിൽ നിന്ന് അവിടെ ചെല്ലാൻ പറഞ്ഞു. ഇന്നാളെ കോളേജിൽ നടന്ന ഒരു അടിയുടെ കാര്യം സംസാരിക്കാനാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയത് അവിടെ എത്തിയപ്പോൾ 20ഓളം എസ്എഫ്ഐക്കാരാണ് ഞാൻ കണ്ടത്. ഈ കോളേജിൽ നിന്നുള്ള ഒരു അടിയുണ്ടായി. ഫസ്റ്റ് ഇയർ എടുത്തന്നെ കുറച്ച് കുട്ടികൾ അടിക്കുണ്ടായി. അപ്പോൾ ആ ഒരു കേസിൽ ഞാനാണ് അവരെ കൊണ്ട് അടുപ്പിച്ചെന്നുള്ള വാദമാണ് അവിടെ ഉന്നയിച്ചത്. ഞാൻ എത്ര നിഷേധിച്ചിട്ട് വളരെ സമ്മതിച്ചില്ല. ഞാൻ നിഷേധിക്കുന്നവർ അവരെ ടോണ് മാറിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ആ അടി കൊണ്ട് അനുനാഥ് അവൻ കോളേജ് യൂണിറ്റ് സെക്രട്ടറിയാണ്. അവൻ എന്നെ അടിക്കണ്ടായി. സൈഡിൽ നിന്ന് അടിക്കണ്ട, ഞാൻ കണ്ടെന്നില്ല, ഞാൻ ഇല്ലാന്ന് തന്നെ പിന്നെയും പറഞ്ഞു. പക്ഷെ എന്നിട്ട് അവർ കേൾക്കണ്ടായില്ല. പിന്നെ ഇവനെ അടിക്കുകയാണ്. ബാക്കിയെല്ലാവരും നോക്കി നിൽക്കുക. എല്ലാവരും സാക്ഷി നിർത്തി അവൻ തന്നെ ക്രൂരായി മർദ്ദിക്കുകയാണ്. എന്റെ മുക്കൊക്കെ പോയിട്ട് മൊത്തം ചോരയാണ്. അവിടെ മൊത്തം ഡ്രസ്സിലാരും നിലത്തൊക്കെ മൊത്തം ചോരയാണ്. നമുക്ക് മിക്കത്തല്ലോ. അതിനുശേഷമാണ് എന്നെ ഹോസ്പിറ്റലിൽ വരെ പ്രവേശിപ്പിച്ചത്. ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇവര് ബസ്സിൽ തന്നെ കയറി വന്നിട്ട് പറഞ്ഞു ആക്സിഡന്റ് ആണ് കേസ്. എനിക്ക് ബോധ്യമില്ല. എൻ്റെ ഫ്രണ്ട്സ് ആയാലും അവരെ പേടിച്ചിട്ട് ആക്സിഡന്റ് എന്നുള്ള നില തന്നെയാണ്. എസ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുന്നു. അനീഷ്, ഈ പൂക്കോട്ടെ മർദ്ദനത്തിന്റെ ഞെട്ടൽ നമ്മൾ മലയാളികൾക്ക് മാറിയിട്ടില്ല. ഇപ്പോഴാണ് അമലിന്റെ കാര്യവും പുറത്തു വരുന്നത്. എന്താണ് അമലിന് സംഭവിച്ചത്? അമൽ ഇത്രയധികം പീഡനം ഏൽക്കാനിടയായ സംഭവം എന്താണ്? തീർച്ചയായും പൂക്കോട്ടെ സംഭവത്തിൻ്റെ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെയാണ് മറ്റൊരു ക്യാമ്പസിൽ നിന്ന് തന്നെ സമാനമായ രീതിയിലുള്ള മറ്റൊരു പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും അതിക്രൂരമായ പീഡനം അല്ലെങ്കിൽ ശാരീരികമായ മർദ്ദനം അമലിനെ ഏൽപ്പിച്ചു എന്നാണ് അമൽ തന്നെ പറയുന്നത്. നമുക്ക് അമലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് കാര്യങ്ങൾ വിശദമായി സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ചോദിക്കാം. അമലെ, എന്താണ് ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളായി ഉണ്ടായത്? എങ്ങനെയാണ് ഈ പരിക്കേൽപ്പിച്ചത്? എൻ്റെ ക്ലാസ്മേറ്റ് അഭയ് കൃഷ്ണ, അവന് കോളേജ് ചെയർമാനാണ്. അവന് തൊട്ടടുത്തുള്ള വീട്ടിൽ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ അവിടെ പോയി അവിടുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നാൾ നടന്നൊരു അടീൻ്റെ കാര്യം എൻ്റെ തലയിൽ ഇടാനുള്ള ലെവലാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇയർ തന്നെ അടിച്ചതിന് റാങ്കിൻ്റെ കയ്യിൽ ഒരു കേസൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ഇയേഴ്സ് കുട്ടികൾ അടിച്ചത്. അപ്പോൾ അടിച്ചത് ഞാൻ പറഞ്ഞാന്നാണ് ഓൻ പറയുന്നത്. നല്ല പാർട്ടിക്കാരൊക്കെ പറയുന്നത്. ഞാനവിടെ ഈ വീട്ടിലേക്ക് പോയ സമയത്ത് കോളേജിൻ്റെ പരിസരത്തുള്ള വീട് അവിടത്തേക്ക് പോകുമ്പോഴത്തേക്ക് 10 രൂപയോളം പാർട്ടിക്കാരാണ് കാണുന്നത്. പുറത്തുള്ള ആൾക്കാരും ഇവരൊക്കെ ഉണ്ട്. ഇവരത് എൻ്റെ മേത്ത് കുറ്റം ഇടാൻ നോക്കുമ്പോൾ ഞാൻ നിഷേധിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നെ അടിക്കുന്ന സമയത്ത് അവിടെ ഇല്ല, അത് ഞാനൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വല്ലത് എടുക്കുന്നില്ല. എന്നിട്ട് അടി കൊണ്ട് അവന് യൂണിറ്റ് സെക്രട്ടറിയാണ് കോളേജത്തെ. യൂണിറ്റ് സെക്രട്ടറിക്കാണ് അടി കൊണ്ടത്. അവനാണ് അടി കൊണ്ടത്. അത് ഫസ്റ്റ് ഇയറാണ്. അത് കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേയുള്ളതാണ്. അതിനുള്ള അടിച്ച കുട്ടികളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തു. കേസൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ അതിലൊന്നുമില്ല. എന്നിട്ട് ഞാൻ കാരണമാണ് എന്നുള്ളൊരു കാര്യം വരുത്തി തിരുത്തി. ഇവൻ എൻ്റെ കൂടെയുള്ള എന്തോ പേഴ്സണൽ പ്രശ്നം കൊണ്ട് പാർട്ടിക്കാരെ ഒത്തുപിടിച്ച് ഓരൊക്കെ അവൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തു. എന്നിട്ട് അവരെല്ലാവരും മുന്നിലിട്ടിട്ട് ഓൻ എന്നെ അടിക്കുകയുണ്ടായ. അവരൊന്നും പിടിച്ചേക്കും കൂടി ഉണ്ടായില്ല. ക്രൂരായിട്ട് മർദ്ദിച്ചിട്ടുണ്ടായി. നമുക്കൊന്നും അതിനൊക്കെ ചോര വന്ന്. എന്നിട്ട് ഹോസ്പിറ്റലും കൂടി പോകണ്ടെന്നുള്ളൊരു ഇതിലാണ് നിൽപ്പിച്ചത്. എന്നോട് പോയി തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാരോ ഇവർ ചാടിക്കയറി പറഞ്ഞു ആക്സിഡൻ്റ് ആണ് കേസ്, ഇതിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അപ്പോഴത്തെ ബോധമൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് വൈകിരിയിൽ തന്നെ അങ്ങെടുത്ത് ആക്സിഡൻ്റാന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിലും അവിടെ നിന്നപ്പോഴത്തേന് വീട്ടിലിറങ്ങി ഞാൻ ഇറങ്ങി നിന്നിക്കില്ല. തിരിച്ചെത്തി. പിന്നെ രാത്രി പാർക്കോ പോയി അവിടെ അഡ്മിറ്റ് ആയതാണ്. അവിടെ പിന്നാണ് ഇന്നലെ പോലീസ് തിരിച്ചെത്തി. ഇതിപ്പം പറയാഞ്ഞത് ഇവരെ ഭയന്നാണോ? 2 ആശുപത്രിയിലും കാര്യം പറഞ്ഞിരുന്നില്ല? ഇല്ല, താലൂക്ക് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും പറഞ്ഞില്ല. ഇവിടെ നിന്നാണ് സംഭവം പറഞ്ഞത്. പാർക്കോയിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാണ് കാര്യങ്ങൾ പറയുന്നത്. വീട്ടിൽ ഞാൻ മെഡിക്കൽ കോളേജിലാന്ന് അറിഞ്ഞ ഉടനെ എല്ലാവർക്കും ടെൻഷനായിരുന്നു. അപ്പം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നതാ. നേരെ എന്തെങ്കിലും പരാതികൾ വല്ലതും കൊടുത്തിരുന്നോ ഈ സംബന്ധിച്ച്? ഈ ആക്രമണം കൊയിലാണ്ടി പോലീസിന് കൊടുത്തിട്ടുണ്ട്, CIക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ കോളേജ് പ്രിൻസിപ്പാളിനും കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ കൊടുത്തിരുന്നോ അതോ ഇന്നലെ കൊടുത്തു? ഇതെങ്ങനെ ഈ കോളേജിൽ SFIക്ക് വലിയ പ്രമാദത്തുള്ള കോളേജാണോ? അവിടെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാണ് അവിടെ SFI തന്നെയാണുള്ളൂ, വേറെ അങ്ങനെ പാർട്ടിയൊന്നുമില്ല. SFI മാത്രമേ ഉള്ളൂ. ഈ അമല് പ്രവർത്തനം വല്ലതാണോ അതോ അമൽ പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും? ഞാനിങ്ങനെ എതിരേക്ക് അങ്ങനത്തെ നമ്മൾക്ക് വേറെ പാർട്ടി അങ്ങനൊന്നുമില്ല. പറയാൻ പോലെ തന്നെ എൻ്റെ അച്ഛൻ ഏതാണ്ട് ഒരു ഇടതുവശമാണ്, പിന്നെ ഏട്ടന്മാരും അങ്ങനെയൊക്കെ ഇടതാണുള്ളത്. ശരിപ്പോൾ ഞാൻ പറയില്ല, ഇങ്ങനത്തെ രീതിയിൽ
എനിക്ക് തിരിയുന്നില്ല. നമ്മളങ്ങോട്ട് എതിർക്കാനൊന്നും പോയിക്കില്ല. ഇപ്പോൾ മറ്റോന് യൂണിറ്റ് സെക്രട്ടറി ആയി പോയി എന്നുള്ളതിൽ ഓൻ പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ ബാക്കി എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് അടിച്ചത്. അതാണ് ഉണ്ടായത്. അമല് SFI കാരനാണോ? SFI കാരണം നമ്മളിത് അതിനുള്ള പ്രവർത്തകനായിട്ടൊന്നുമില്ല. നമ്മൾ പാർട്ടി നമ്മൾ കോളേജിൽ നിന്ന് ഇപ്പോൾ ഏത് പാർട്ടി എന്ന് പറയുമ്പോൾ SFI എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ളൊരു നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പാർട്ടിയുമായി എന്തെങ്കിലും ഒരു ഞാനും യോനും പണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെ പേഴ്സണലായിട്ടാ അതോനിപ്പോൾ എടുത്തിട്ട് അങ്ങനെ ഈ ഒരു മുൻപോയിട്ടാക്കി ഓന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നേരോ അതോ വെറുപ്പിയിൽ അങ്ങ് തീർത്തതാണ്. ഈ പാർട്ടിക്കാരൊക്കെ കൂടിയാണോ വന്നത്? പുറത്തുള്ള പാർട്ടിക്കാരാണ് വന്നത്. അവർക്ക് ഇവന് സപ്പോർട്ട് തന്നു. ഓലെല്ലാം മുന്നിലാണ് അവൻ അടിച്ചത്. ഓല ധൈര്യത്തിൽ ഞാൻ തിരിച്ചടിക്കൂലെന്ന് തോന്നിയിട്ട്. ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ കുട്ടികൾ ഈ പാർട്ടിയുടെ പേരിൽ മർദ്ദിക്കുകയും പുറത്തുനിന്ന് ആളുകൾ എത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അടിപിടിയിലുണ്ടാവാറുണ്ട്. എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട്. പാർട്ടീൻ്റെ പേരിൽ തന്നെ ഓരോ ഉണ്ടാവും, ഇടയ്ക്കെല്ലാം ഉണ്ടാവാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് പുറത്ത് പറയരുതെന്ന് അങ്ങനെ വല്ല ഭീഷണി വല്ലതും ഉണ്ടായിട്ടുണ്ട്? എന്നോട് പറഞ്ഞു ഇതിപ്പോൾ ഇവിടെ തീരണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ എനിക്ക് ഈ പ്രശ്നം ഇനി വിചാരിക്കുമ്പോൾ ആയിരിക്കില്ല, ഇതിവിടെ തീരണം, അല്ലെങ്കിൽ അങ്ങനെ തീർത്തുകൾ അങ്ങനത്തെ ഒരു ഇതെല്ലാം പറഞ്ഞു. അതായത് അമലിനെ അടിച്ചു കഴിഞ്ഞ് അടി കൊണ്ടതുകൊണ്ട് അവസാനിപ്പിച്ചേക്കണം. എന്നെ ഇപ്പോൾ അടിച്ച് അപ്പോൾ ഇതിവിടെ തീരണം. ഞാനോനെ അടിച്ചിക്കില്ലേ, ഞാൻ ഇതുവരെ അടിച്ചിക്കില്ല. അവൻ എന്നെ ഇങ്ങോട്ട് അടിച്ച് ഇതിവിടെ കഴിയണം. അവൻ്റെ വെറുപ്പ് തീർത്ത് ഇതിവിടെ കഴിയണം. ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പുറത്ത് പോയാൽ പ്രശ്നമാവും. എന്നെ ഇതാക്കാം അങ്ങനെല്ലാം പറഞ്ഞു. ഭീഷണിയൊക്കെ ഉണ്ട്. ഇത് എവിടെ വെച്ചാണ് അടിച്ചത്? ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ആ സമയത്ത്? ഈ കുട്ടികളൊക്കെ കണ്ടു നിൽക്കുകയാണ് അടിച്ചത്? പറഞ്ഞില്ല, അതൊരു കുളയെന്നല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് അവിടെ പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെയുള്ള കുട്ടികളൊന്നും അങ്ങോട്ടേക്ക് കടന്നു വരാൻ സമ്മതിച്ചില്ല. കുറേ പേരുണ്ടായിരുന്നോ? 20ഓളം പേരുണ്ട്. 20ഓളം പേര്. അവർ കുറേ നേരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെയാണോ, അതോ ഈ നേരിട്ട് അല്ലല്ല, കുറച്ച് ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ആ കേസ് എൻ്റെ തലയിലാക്കാനാണ് നോക്കിയേ. ഇവനെ അടിപ്പിച്ചത് ഞാനാന്ന് ഞാൻ സമ്മതിക്കണം. ഞാൻ സമ്മതിക്കൂല. അപ്പം അതിന് സമ്മതിക്കാണ്ട് നിന്നേരാണ് മറ്റവൻ എന്നെ അടിക്കണ്ടേ. ഈ ഇത് നിങ്ങൾ ആദ്യം ഉണ്ടായ സംഘർഷത്തിന്റെ അവിടെ ക്യാമറ വെക്കാണോന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഞാനില്ലാന്ന് വേണേൽ ക്യാമറയിൽ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് ഓടിപ്പോകുന്ന കാര്യം അടി കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അത് വേണേൽ ക്യാമറയിലുണ്ടാവും. ഞാൻ അങ്ങോട്ട് ഓടിപ്പോകുന്നത്. ആ സമയത്ത് കുട്ടികളൊക്കെ ഓടിപ്പോകുന്നില്ല, ഞാനും പോയി. ഞാനടില്ല, ഞാൻ മുകളിലും കോളേജത്തെ താഴെന്നാണ് അടി ഉണ്ടായത്. അപ്പോൾ അവിടെ ഞാൻ സംഭവ സ്ഥലത്തില്ലേന്നു. ശിവൻ പറയുന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാനോ നോക്കി ചിരിച്ചിരുന്നല്ലോ. അങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങനെയൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെ അടിക്കാൻ ഉണ്ടായ സമയത്തിലുണ്ടായിരുന്നു? ക്ലാസ്മേറ്റ് ചെയർമാനാണ്. അവനാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വിളിച്ചു വരുത്തിയത്. കൂട്ടിക്കൊണ്ടുപോയിട്ട് മറ്റൊരു അടിച്ചു. ഇയാളും അടിച്ചോ? ഇല്ലല്ല, ഓൻ മാത്രം. എത്ര പേര് അടിച്ചു? ഓൻ മാത്രം അടിച്ചു, അനുനാഥ് മാത്രം. ബാക്കി എല്ലാവരും അതിന് നിന്നോട് സപ്പോർട്ടായിട്ട് നിന്നോട്. ഞാനൊന്നും തിരിച്ചു കയറുത് എന്നുള്ള രീതിയിൽ ഞാനെന്താ ചിന്തിക്കേണ്ട, ബാക്കി എല്ലാവരും എന്നെ അടിക്കും. അതാണ് സ്റ്റാൻഡ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം, ഈ കോളേജിലെ പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നത്തിൻ്റെ ആസൂത്രകൻ അമലാണ് എന്ന രീതിയിലാണ് കണക്കൂട്ടുന്നത്. അതിനുശേഷം അമലിനെ തൊട്ടടുത്ത വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് മർദ്ദിക്കുന്നു. അതിനുശേഷം ആശുപത്രിയിൽ എത്തിയപ്പോൾ അത് പരിക്ക് പറ്റിയത് ഈ കാര്യത്തിലല്ല, ബൈക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയെന്ന് പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു പരാതി ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുമുണ്ട്. എന്തായാലും കേസിന് അഭിജിത്ത് അടക്കമുള്ള ആളുകളുണ്ട്. ഇതിപ്പോൾ പൂക്കോട്ടെ ഒരു ആഘാതത്തിൽ നിന്ന് ആളുകൾ മോചിതരായിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും ഇങ്ങനൊരു സംഭവം. അല്ല, തീർച്ചയായിട്ടും ഇപ്പം സിദ്ധാർത്ഥിന്റെ വിഷയത്തിൽ കേരളത്തിന് പൊതുസമൂഹമാകെ രക്ഷിതാക്കളുടെ വലിയ ആശങ്ക നേലിക്കുന്ന സമയത്താണ് മെനയാന്ന് ഇതുപോലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ക്ലാസ്സിൽ നിന്ന് അമൽ എന്ന് പറയുന്ന 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അമലിന്റെ ക്ലാസ്സിലുള്ള SFI യൂണിയൻ ചെയർമാനാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി 10-20 ആളുകൾ ചുറ്റും നിന്ന് വിചാരണ നടത്തുകയാണ്. വിചാരണ നടത്തി ആക്രമിക്കപ്പെടുകയും അങ്ങനെ ബോധമില്ലാത്ത അമലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്ന് അപകടം പറ്റിയതാണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിൽ കില്ലർ സ്ക്വാഡുകൾ, ഒരുപക്ഷെ CPM-ന്റെ പുറത്തുള്ള കില്ലർ സ്ക്വാഡുകളെ ക്യാമ്പസുകളിൽ സൃഷ്ടിക്കുന്ന ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മളുടെ വിദ്യാഭ്യാസ മേഖല കടന്നു പോകുന്നു. എന്തായാലും അമലിനുണ്ടായിട്ടുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രയാസമാണ്. പക്ഷെ അത് ഈ ഘട്ടത്തിൽ മാത്രമല്ല, കോളേജ് പ്രിൻസിപ്പാളുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥ വന്നിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ മറ്റു രാഷ്ട്രീയക്കാർ തമ്മിലൊന്നുമല്ല, SFIയുടെ ആളുകൾ ഇയർബേസിലടക്കമുള്ള അക്രമം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടേണ്ട പ്രിൻസിപ്പൾ SFIയുടെ ഭാഗത്ത് നിന്ന് മറ്റു നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോയി. ഇപ്പോൾ SFI പ്രവർത്തകർ ഭീകരമായി കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ഒരു പ്രിൻസിപ്പളിന്റെ ഓഫീസിന് മുമ്പിൽ നിന്ന് അടിയുണ്ടാക്കുന്നത്. അവസാനം ആ പ്രിൻസിപ്പൾ പരമാവധി SFIയുടെ സൈഡിൽ നിൽക്കുകയും ഒടുവിൽ ഇവരൊക്കെ ഇപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അമലടക്കമുള്ള പല വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ നിർബന്ധിച്ചതിന് ശേഷം മാത്രമാണ് പോലീസിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകരുടെ അടക്കം സ്പോൺസർഷിപ്പിലാണ് SFI ക്രിമിനൽ
വാൻഡലിസം ക്യാമ്പസിൽ നടത്തുന്നത്. ഇത് ഗുരുതരമായ ഒരു വിഷയമാണ്. എന്തായാലും RSM കോളേജ്, SNDP കോളേജ്, കൊയിലാണ്ടിയിലടക്കമുള്ള ഇത്തരം പ്രവണതകൾ ഏകപക്ഷീയമായി ഞങ്ങൾക്ക് ഏകാധിപത്യ കോട്ടകൾ സൃഷ്ടിക്കാൻ മറ്റാരും വേണ്ട എന്ന രീതിയിൽ അവർ ഇതിപ്പോൾ അമലൊരു KSU കാരനോ അല്ലെങ്കിൽ MSF കാരനോ ഒന്നും അല്ല, ഒരു ഇടതുപക്ഷക്കാരനായിട്ടുള്ള SFI കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ആ അമലിനെയാണ് അവൻ കുറച്ച് ക്യാമ്പസിൽ വലിയ സ്വാധീനമുള്ള ആളാണ് എന്നുള്ള തോന്നൽ ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ടത് SFI ആണ്. അതിന് CPM-ന്റെയും അധ്യാപകരുടെയും പിന്തുണയും അവസാനിപ്പിക്കണം. തീർച്ചയായും ക്യാമ്പസിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറത്തുള്ള പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നു എന്നാണ് അവിടെ നിന്നും നേരത്തെ ഉണ്ടായ സംഭവങ്ങളും വെളിവാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിരിക്കുന്നു. നാളെ കോളേജ് തുറക്കുമ്പോൾ ആ കോളേജിലേക്ക് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ. MS സുരേഷ് കുമാറാണ് അമലിനൊപ്പം ചേർന്ന് പൂക്കോടിന് ശേഷം മറ്റൊരു